ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 6th ചാപ്റ്റർ ട്രയാങ്കിൾസ് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് ചെയ്യുന്നത്. ഇത് എക്സസൈസ് 6.3ലെ 8th ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അപ്പോൾ 8th ക്വസ്റ്റ്യൻ, E is a point on the side AD produced of a parallelogram ABCD and BE intersect CD and at F. Show that triangle ABE similar to triangle CFB. ഫിഗർ തന്നിട്ടില്ല, നമുക്ക് പടം വരച്ച് നോക്കാം. ഇവിടെ നമ്മൾ ഫിഗർ വരച്ചു. E is a point on the side AD produced of a parallelogram ABCD. ഇവിടെ പാരലോഗ്രാം ABCD വരച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഈസ് എ പോയിന്റ് ഓൺ ദ സൈഡ് AD എന്ന സൈഡിലെ അത് നീട്ടി വരച്ചു. അവിടുത്തെ പോയിന്റ് ആണ് D. നീട്ടി വരച്ച് E എന്നൊരു പോയിന്റ്, അപ്പോൾ ആ വരെ നീട്ടി വരച്ചു. ആൻഡ് BE ഇന്റർസെക്ട് CD അറ്റ് F. അപ്പോൾ ഈ ഇയിലേക്ക് ബിയിൽ നിന്നും ഒരു ലൈൻ വരച്ചു, അത് BE ഇന്റർസെക്ട് CD അറ്റ് F. ഈ പോയിന്റിൽ അവിടെ ഇന്റർസെക്ട് ചെയ്യും. ഷോ ദാറ്റ് ട്രയാങ്കിൾ ABE, പേരിൽ നോക്കാം, ട്രയാങ്കിൾ ABE ഈ നീട്ടി വരച്ചിരിക്കുന്ന ആ ഇയിലേക്ക് വരുന്ന ആ ട്രയാങ്കിൾ ABE. ഓരോന്ന് പറയാം, ഫിഗറിൽ എടുത്ത് പ്രത്യേകം നോക്കുക. കാരണം ഈ ചാപ്റ്ററിൽ ട്രയാങ്കിൾസ് എന്തെങ്കിലും വിഷമാവുമെങ്കിൽ ഈ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷരങ്ങൾ ഓരോ ലെറ്റേഴ്സ് പറയുമ്പോൾ അത് മാറിപ്പോകുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക. അല്ലാതെ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആയത്. അപ്പോൾ ABE എന്ന ട്രയാങ്കിൾ മനസ്സിലാക്കി വെക്കുക, ABE. അതുപോലെ തന്നെ ABE സിമിലർ ടു ട്രയാങ്കിൾ CFB ഈ ട്രയാങ്കിൾ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇൻ ട്രയാങ്കിൾ ABE ആൻഡ് CFB, ട്രയാങ്കിൾ CFB. അവിടെ ആംഗിൾ BAE ഞാൻ ഇവിടെ എഴുതുന്നു. ആംഗിൾ BAE ഫിഗറിൽ നോക്കുക. ആംഗിൾ BAE ഈക്വൽ ടു BAE എവിടെയാണെന്ന് നോക്കാം. ആംഗിൾ BAE, ഈ ആംഗിൾ BAE എന്നുള്ള ആംഗിൾ നോർമലി ഏതുമായിട്ടായിരിക്കും ഈക്വൽ ആവുക? ഇത് പാരലോഗ്രാം ആണ്. അപ്പോൾ പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആവണം. അപ്പോൾ ഈ C എന്ന് പറയുന്ന ഈ ആംഗിൾ, അപ്പോൾ ആംഗിളിൻ്റെ പേര് ആംഗിൾ FCB എന്ന് ഞാൻ എഴുതി. ആംഗിൾ BAE ഈ ആംഗിൾ ഡി വരെയല്ല, ഈ എന്ന് ഒരുമിച്ച് എഴുതി, കാരണം ട്രയാംഗിൾ മൊത്തമായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ആംഗിൾ BAE ഈക്വൽ ടു ആംഗിൾ FCB എന്ന് എഴുതി. ഇനി വീണ്ടും നമുക്ക് ഈ ABE എന്ന് പറയുന്ന ഈ ട്രയാംഗിളിൻ്റെയും അതുപോലെ CFB എന്ന് പറയുന്ന ഈ ട്രയാംഗിളിൻ്റെയും മറ്റ് ഒരു സെറ്റ് ആംഗിൾ കൂടി നമുക്ക് കിട്ടിയാൽ നമുക്ക് A ക്രൈറ്റീരിയ വെച്ചിട്ട് ഇത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. അതിനെ പറ്റിയ ആംഗിൾ ഉണ്ടോ എന്ന് ഫിഗറിൽ നോക്കാം. ഇവിടെ ഈ AEയും BCയും പാരലാണ്. ADയും BCയും പാരൽ ആയതുകൊണ്ടാണ് ഇത് പാരലോഗ്രാം ആയത്. അപ്പോൾ ഇവിടെ ആ AD നീട്ടി വരച്ചിരിക്കുന്നതാണ് DE എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ AD BCക്ക് പാരലാണ്. നമുക്കത് എഴുതി വെക്കാം. AE പാരലൽ BC. Therefore അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ E എന്ന് പറയുന്ന ആംഗിൾ, അതുപോലെ ഈ B എന്ന് പറയുന്ന ആംഗിൾ മൊത്തത്തിൽ എഴുതുമ്പോൾ പേരെഴുതണം, ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരക്ഷരം മാത്രം പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ AEയും BCയും പാരലായതുകൊണ്ട് ഇതിനെ കട്ട് ചെയ്യുന്നൊരു ട്രാൻസ്വേഴ്സിലാണ് ഈ BE എന്ന് വിചാരിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് ഈ ഇയും ബിയും. അപ്പോൾ നമുക്ക് ആംഗിൾ AEB, E എന്ന് പറയുന്ന ആംഗിളിനെ AEB എന്ന് പറയാം. അപ്പം ആംഗിൾ AEB ഈക്വൽ ടു ആംഗിൾ അവിടെ എഴുതി വെച്ചു. ഇനി നമുക്ക് ഫിഗറിൽ നോക്കാം. ഇവിടെ ഈ ആംഗിളാണ്. അപ്പോൾ ബിനെ നമുക്ക് എഴുതാൻ പറ്റുന്ന പേര് CBF എന്ന് എഴുതാം. കാരണം ഈ ട്രയാംഗിൾ F കൊണ്ട് തീരുവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് CBF എന്ന് എഴുതാം. ആംഗിൾ CBF. അപ്പോൾ ആംഗിൾ AEB ഈക്വൽ ടു ആംഗിൾ CBF ആണ്. വേണമെങ്കിൽ ഒരു ഭംഗിക്ക് ഇവിടെ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം.
പ്രൂവ് ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട്. അപ്പോൾ ഇതിൽ നിന്നും അല്ലെങ്കിൽ ഫ്രം 1 and 2 നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ബൈ യൂസിങ് ബൈ എ സിമിലാരിറ്റി, ഇപ്പോൾ 2 ആംഗിൾ 2 സെറ്റ് ആംഗിൾ 2 പെയർസ് ഓഫ് ആംഗിൾസ് അത് ഈക്വൽ ആണ്. അപ്പോൾ ഇത് എ സിമിലാരിറ്റി പ്രകാരം ഈ 2 ട്രയാങ്കിളും സിമിലർ ആയിരിക്കും. ട്രയാങ്കിൾ എ ബി ഇ സിമിലർ ടു ട്രയാങ്കിൾ സി എഫ് ബി എന്ന് നമുക്ക് കിട്ടി, പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലെ 9th ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ 6.39 ഫിഗറോടെ കൊടുത്തിട്ടുണ്ട്. എ ബി സി ആൻഡ് എ എം പി. ഫിഗറിൽ നോക്കുക, എ ബി സി എന്നൊരു ട്രയാങ്കിൾ ഉണ്ട്, എ എം പി എന്നൊരു ട്രയാങ്കിൾ ഉണ്ട്. എ ബി സി ആൻഡ് എ എം പി ആർ 2 റൈറ്റ് ട്രയാങ്കിൾസ്. റൈറ്റ് ആംഗിൾ at ബി ആൻഡ് എം, ബി ആൻഡ് എം റെസ്പെക്റ്റീവ്ലി. പ്രൂവ് ദാറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എ എം പി. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സി എ ബൈ പി എ ഈക്വൽ ടു ബി സി ബൈ എം പി. സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് അതിൽ നിന്നും ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും. ചെയ്ത് നോക്കാം. ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വരയ്ക്കേണ്ട. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് എ എം പി. ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ എം പി. ഫിഗറിൽ നോക്കുക, ട്രയാങ്കിൾ എ ബി സി ഇതാണ്, എ ബി സി, അതുപോലെ എ എം പി. അപ്പോൾ ഈ പടത്തിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും 2 റൈറ്റ് ആംഗിൾ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ നമുക്ക് ഇവിടെ എ സിമിലാരിറ്റി വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്തായാലും നമുക്ക് സിമിലർ ആയിട്ട് ഈക്വൽ ആയിട്ട് 2 ആംഗിൾ ഉണ്ട്. ആ ട്രയാങ്കിളിലെ ആ ഈക്വൽ ആയിട്ടുള്ള അത് 90 ഡിഗ്രി ആയിട്ടുള്ള ആംഗിൾ നമുക്ക് ഉറപ്പാണ്. അപ്പോൾ 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ആ ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും ഉറപ്പാണ്. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് ഫസ്റ്റ് എടുത്ത് എഴുതാം. ആംഗിൾ എ ബി സി ഈക്വൽ ടു, എ ബി സി ഈ ആംഗിളാണ് ബി എന്നുള്ള ആംഗിൾ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ഇവിടെ നിന്ന് എഴുതാം എം എന്നുള്ള ആംഗിൾ, അത് റൈറ്റ് ആംഗിൾ ആണല്ലോ. അപ്പം ആംഗിൾ എ എം പി ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഇത് ഈക്വൽ ആണ്. ഓരോ കറസ്പോണ്ടിങ് ആംഗിൾസ് നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നോക്കേണ്ടത് ട്രയാങ്കിൾ എ ബി സിയും എ എം പിയും ആണ്. എ ബി സിയും എ എം പിയും ആണ്. അവിടുന്ന് തന്നെ ഉറപ്പാണ് അവിടെ എ എന്ന് പറയുന്ന ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് എങ്ങനെ എഴുതാം? അതിൻ്റെ പേര് ഇതിൽ നമുക്ക് ഈ ട്രയാംഗിൾ നമുക്ക് ബി എ സി എന്ന് എഴുതാം. ആംഗിൾ ബി എ സി എന്ന് എഴുതി ഈക്വൽ ടു. അപ്പോൾ ഈ ട്രയാംഗിൾ നമുക്ക് ഏതെണ്ണം കിട്ടണം? ബി എ സി ഈക്വൽ ടു ഈ എ എന്ന് പറയുന്നെങ്കിൽ ഈ ട്രയാംഗിൾ എടുക്കുമ്പോൾ ഇവിടെ എം എ പി എന്ന് എഴുതി. അപ്പോൾ ആംഗിൾ എം എ പി. അപ്പോൾ എ ഇവിടെ കോമൺ ആയിട്ട് വന്നു. അതുപോലെ ഇവിടെ ഇത് പി എ എം എന്ന് വേണമെങ്കിൽ എഴുതാം. അതിന് പകരം ഞാൻ എം എ പി എന്ന് എഴുതാൻ കാരണം ഇവിടെ ബി എന്ന ആംഗിളും എം എന്ന ആംഗിളുമാണ് ഇവിടെ 90 ഡിഗ്രി ആയിട്ട് ഈക്വൽ ആയിട്ട് വരിക. അപ്പോൾ അതേ ഓർഡറിൽ തന്നെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തെഴുതാൻ, അത് കറസ്പോണ്ടിങ് സൈഡ്സ് ഒക്കെ എഴുതാൻ എളുപ്പമായിരിക്കും. ഇവിടെ പി എ എം എന്ന് എഴുതിയാലും തെറ്റൊന്നുമല്ല, പക്ഷേ എം എ പി എന്ന് തന്നെ എഴുതി. അപ്പോൾ എമ്മും ബിയോട് ഈക്വൽ ആണല്ലോ, അതുകൊണ്ട് ആ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി അങ്ങനെ എഴുതി. ഇപ്പോൾ ഇവിടെ 2 ആംഗിൾ നമുക്ക് ഈക്വൽ ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് 2 എണ്ണം, 2 സെറ്റ്, 2 പെയർ ആംഗിൾസ് നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ബൈ എ സിമിലാരിറ്റി, ട്രയാംഗിൾ എ ബി സി സിമിലർ ടു ട്രയാംഗിൾ എ എം പി. ട്രയാംഗിൾ എ എം പി ഇങ്ങനെ എഴുതുമ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എ ബി സി സിമിലർ ടു എ എം പി എന്നാണ്. ആ ഓർഡർ തന്നെ നമ്മൾ എഴുതി. എ എന്ന ആംഗിളിനോട് ഈക്വൽ ആണ്, ബി എന്ന ആംഗിൾ എം എന്ന ആംഗിളിനോട് ഈക്വൽ ആണ്, പിന്നെയുള്ള സി എന്തായാലും ഈക്വൽ ആയിക്കോളും. അപ്പോൾ നമ്മൾ ഈ ഓർഡറിൽ തന്നെയാണ് നമ്മൾ സിമിലാരിറ്റി എഴുതിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിനകത്ത് സിൻസ് ട്രയാംഗിൾ എ ബി സി സിമിലർ ടു ട്രയാംഗിൾ എ എം പി, ഈ കാരണം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ആ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ ശരിയാവുമോ നമുക്ക് നോക്കാം. സി എ ബൈ പി എ എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ സി എ എവിടെയാണ് നോക്കുക? സി എ നമ്മൾ എ സി എന്ന് പറയും, ക്വസ്റ്റ്യനിൽ സി എ എന്ന് തന്നിരിക്കുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാം. സി എ ബൈ പി എ, പി എ ഇതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് എഴുതി വെച്ചിരിക്കുന്ന ഓർഡറിലായതുകൊണ്ട് സി എ നമുക്ക് സി എ, ഈ സി എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്നത് നമുക്ക് എ പി അല്ലെങ്കിൽ അതിനെ പി എന്ന് എഴുതാം. നമ്മൾ പറഞ്ഞേക്കുന്നത് സി എ ബൈ പി എ ആണ്. അപ്പോൾ
CA by PA ഈക്വൽ ടു, ഇനി പറഞ്ഞിരിക്കുന്നത് BC ആണ്. BC ഇതാണ് BC. അപ്പോൾ ഇവിടെ MP ആയിരിക്കും. അപ്പോൾ നമ്മൾ BCക്ക് BC എന്ന് തന്നെയാണ്. BC ബൈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് MP എന്ന് തന്നെയാണ്. അപ്പോൾ ചില ക്വസ്റ്റിനകത്ത് ചിലപ്പോൾ നമുക്ക് MP എന്നുള്ള PM എന്നോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതേണ്ടി വരും, ക്വസ്റ്റിനിലെ പോലെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിലും സൈഡ്സിന് ഇപ്പോൾ MP എന്ന് പറഞ്ഞാലും PM എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ക്വസ്റ്റിനിലെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അതേപോലെ തന്നെ കിടന്നോട്ടെ അതിനു വേണ്ടി. അപ്പോൾ ഇവിടെ നമുക്ക് മാറ്റമൊന്നും വരുത്തേണ്ട, BC ബൈ MP ആണ്. ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. CA ബൈ PA ഈക്വൽ ടു BC ബൈ MP ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തത് അതിലെ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് സെലക്ട് ചെയ്തു, അത് തന്നെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതിലെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവുന്ന രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് തിരഞ്ഞെടുത്തു. ആ രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്, അതുകൊണ്ട് AA സിമിലാരിറ്റി വെച്ച് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യനിൽ. ഈ ക്വസ്റ്റ്യനിലും നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഈ സിമിലാരിറ്റി ക്രൈറ്റീരിയ നമുക്ക് ഓർമ്മയുണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ട്, അത് ഇവിടെ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് അറിയാം ഇവിടെ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രിയാണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് എടുത്തെഴുതാം. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്തത്. ആംഗിൾ ABCയും ആംഗിൾ AMB 90 ഡിഗ്രിയാണ്. അപ്പോൾ അത് രണ്ട് ഈക്വൽ എന്നുള്ള കാര്യം ഉറപ്പിച്ചു. പിന്നെ ചില ക്വസ്റ്റിനകത്ത് സൈഡ്സ് ആയിരിക്കും ഉണ്ടാവുക, ചിലതിൽ വീണ്ടും ആംഗിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റിനിൽ തന്നെ ABCയും AMB എന്ന് പറയുമ്പോൾ അവിടെ A കോമൺ ആണ്. അപ്പോൾ ഫിഗറിൽ നോക്കുക അത് കറക്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ A കോമൺ ആണ്. അപ്പോൾ A കോമൺ ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിളിനും ആ A എന്ന് പറയുന്ന ആംഗിൾ, അപ്പോൾ അതിന് രണ്ട് ട്രയാങ്കിളിൻ്റെ A എന്നുള്ള ആംഗിൾ കോമൺ ആണ്, അത് നമുക്ക് കണ്ടുപിടിച്ചു ഉറപ്പിക്കാം. പക്ഷെ എഴുതുമ്പോൾ ആ പേര് കൃത്യം ആ ട്രയാങ്കിളിൻ്റെ പേര് കൊടുത്തു. ഇപ്പം AMP എന്നുള്ള ഇവിടെ നമ്മൾ എഴുതിയേക്കുന്ന MAP എന്ന് എഴുതി, അതിവിടെ CAP എന്ന് എഴുതിയാലും ഈ ആംഗിൾ കറക്റ്റ് ആണ്. പക്ഷേ നമ്മൾ ട്രയാങ്കിൾ ഇവിടെ MAP, ആ ട്രയാങ്കിൾ അത്രയേ ഉള്ളൂ. കാരണം AMB എന്നാണ് ട്രയാങ്കിളിൻ്റെ പേര് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് സിയിലേക്ക് വന്നാലും ആംഗിൾ കറക്റ്റാണ്, പക്ഷേ ആ ട്രയാങ്കിളിൻ്റെതായിട്ട് എഴുതുമ്പോൾ അതിൻ്റെ ആംഗിൾ MAP ആണ്. അതുപോലെ ഈ BACയിൽ വേണമെങ്കിൽ നമുക്ക് PAM എന്നോ PAC എന്ന് എഴുതിയാലും ഈ A എന്ന് പറയുന്ന ആംഗിൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എഴുതും. ആ ട്രയാങ്കിളിൽ തന്നെ വെച്ച് പരിഗണിക്കുമ്പോൾ നമുക്ക് ഈ P എന്ന് എടുക്കാൻ പറ്റില്ല, അതുപോലെ M നിർത്താനും പറ്റില്ല. അതുകൊണ്ട് നമ്മളവിടെ BAC എന്നെടുത്തു. അപ്പോൾ ആംഗിൾ BAC ഈക്വൽ ടു ആംഗിൾ MAP. അപ്പോൾ നമുക്ക് അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതിന് കോമൺ ആംഗിൾസിന് എഴുതാം, ഇതിന് റീസൺ ആയിട്ട്. അവിടെ എഴുതിയിട്ടില്ല, എക്സാമിന് എഴുതുവാണെങ്കിൽ ഇവിടെ സൈഡിൽ റീസൺ ആയിട്ട് ബ്രാക്കറ്റിൽ കോമൺ ആംഗിൾ എന്നൊരു സാധനോടെ എഴുതി കൊടുക്കുക. ഇനി ബൈ AA സിമിലാരിറ്റി നമുക്ക് ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ AMP എന്ന് കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇതേ കാര്യം വെച്ചിട്ടാണ്. നമുക്കിവിടെ പ്രൂവ് ചെയ്ത് ഈ കാര്യം വെച്ച് ABCയും സിൻസ് ABC സിമിലർ ടു ട്രയാങ്കിൾ AMPയും ABCയും സിമിലർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ നമുക്ക് നോക്കാനുണ്ട്. ഇപ്പോൾ AC അല്ലെങ്കിൽ CA എന്നുണ്ട്. അപ്പോൾ AC ഇതാണ് കറസ്പോണ്ടിങ്. നമുക്ക് AC എന്ന സൈഡ് പടത്തിൽ ഇങ്ങനെയാണ് സൈഡ് കിടക്കുന്നത്. നമുക്ക് ഈ എഴുതി വെച്ചതിൽ തന്നെ നമുക്കിത് തിരഞ്ഞെടുക്കാൻ പറ്റും. AC ബൈ, അപ്പോൾ ഇവിടെ AP ആണ്, അത് നമ്മൾ CA ബൈ PA എന്നാണ് എഴുതിയേക്കുന്നത്. CA ബൈ PA ഇങ്ങനെ എടുത്തു. ഈക്വൽ ടു BC ബൈ MP ആണ്. BC ഇതാണ്, MP ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് AB എടുത്താൽ AB ബൈ AM എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കാര്യം വെച്ചിട്ട്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ നമ്മുടെ ക്വസ്റ്റിനകത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ CA ബൈ PA ഈക്വൽ ടു BC ബൈ MP എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.